സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവർ, പാഠഭേദത്തിൻ്റെ ഒരു പാഠത്തിലേക്കെല്ലാം മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ പുതിയ പാഠമല്ല കേട്ടോ, കഴിഞ്ഞ ദിവസം ട്രെയിനിലിരുന്നു കൊണ്ട് ചെയ്ത ഒരു പാഠഭേദത്തിൻ്റെ ബാക്കിയാണ്. ഇന്നത്തെ പാഠഭേദം അല്പസമയത്തിനുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, വ്യത്യസ്തമാകുന്നൊരു സബ്ജക്റ്റ്. ഇന്നലത്തെ ആ ഒരു പാഠഭേദത്തിന് ഒരു തുടർ പാഠഭേദം, ഒരു പാഠം കൂടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനുള്ള കാരണം, ആ പാഠഭേദം കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ യൂട്യൂബിൻ്റെ ന്യൂസ് ഫീഡിൽ റെക്കമെൻഡേഷൻസിൽ ഒരു വീഡിയോ കണ്ടു. ഹല്ലേലൂയ ന്യൂസ് സാങ്കുട്ടി ചാക്കോ നിലമ്പൂരുമായിട്ട് പാസ്റ്റർ തോമസ് മാമൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ ആണ് കണ്ടത്. തമ്പുനയിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്ഭുതം തോന്നി. തമ്പുനയിൽ ഇങ്ങനെയാണ്: 87-ാം വയസ്സിലും ബസ്സിൽ യാത്ര ചെയ്യുന്ന കൺവെൻഷൻ പ്രസംഗകൻ. അപ്പോൾ അത്ഭുതം തോന്നിയെന്ന് പറയാൻ കാരണം, ഇന്നലത്തെ എൻ്റെ പാഠഭേദത്തിൽ ഞാൻ പറഞ്ഞ സബ്ജക്റ്റും ഏകദേശം അതുതന്നെയാണ്. കേരളത്തിൽ ഈ കഴിഞ്ഞ വീക്കിൽ 3-4 ഇടത്ത് മീറ്റിങ്ങുകളിൽ ഞാൻ സംസാരിച്ചു. അതിൽ ചിലത് കൺവെൻഷനുകളാണ്. ആ കൺവെൻഷനൊക്കെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് കൗതുകത്തോടുകൂടെ എന്നെ പരിചയപ്പെട്ട വിശ്വാസികൾ ചോദിച്ച ചോദ്യം: പാസ്റ്റർ ബസ്സിലാണോ യാത്ര ചെയ്യുന്നത്? പാസ്റ്റർ ട്രെയിനിലാണോ പോകുന്നത്? അതായത് കാറില്ലേ എന്ന് ചോദിച്ചവരുണ്ട്, ഫ്ലൈറ്റിൽ എന്താ പോകാത്തത് എന്ന് ചോദിച്ചവരുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾ എന്നിലുണ്ടാക്കിയ ഒരു ചിന്ത ഞാൻ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചു. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ആ ട്രെയിനിലിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞ എൻ്റെ ആ ഒരു യാത്രാ അനുഭവങ്ങളെക്കുറിച്ച് ഉള്ള വീഡിയോയുടെ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഞാൻ പറഞ്ഞു വെച്ചത്, കേരളത്തിലെ ദേവദാസന്മാർ അവർക്ക് സ്റ്റാറ്റസ് അനുസരിച്ചുള്ള വാഹനമുണ്ടാകണം എന്ന ഒരു ചിന്ത. ലോക്കൽ പാസ്റ്ററുടെ വണ്ടി അതിനേക്കാൾ അല്പം മുന്തിയതായിരിക്കണം സെൻട്രൽ പാസ്റ്ററുടെ വണ്ടി. സെൻട്രൽ പാസ്റ്റർമാരുടെ സ്റ്റാറ്റസ് ലെവലുള്ള വണ്ടികളുണ്ട്. ഇനി കുറച്ചുകൂടി ഉയർന്ന് കേന്ദ്ര നേതൃത്വത്തിലൊക്കെയാണെങ്കിൽ കുറഞ്ഞതൊരു ഇന്നോവ ക്രിസ്റ്റ എങ്കിലും ഉണ്ടാകണം. ആ ഇന്നോവ ക്രിസ്റ്റയുടെ ആന്തരിക അലങ്കാരങ്ങൾ, ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ ഒരു നേതാവിന് പറ്റിയതാകണം. അതായത് ആ മുൻപിലത്തെ സീറ്റുകളിലിടുന്ന ടർക്കി ടൗലിൻ്റെ കളറൊക്കെ ഈ പഴയ രാഷ്ട്രീയക്കാരൊക്കെ ഇടുന്നത് പോലെയുള്ള ചില കളറുകൾ, അങ്ങനെയൊക്കെ ഉള്ള പതിവുകളുണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ അത്ഭുതമാണ് തോന്നിയത്. കൺവെൻഷൻ സ്റ്റേജിൽ ഞാൻ സാധാരണ ഒരു വെള്ള ഷർട്ട് ഇട്ടുകൊണ്ടാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ഡ്രസ് കോഡുകളുമുണ്ട്. എൻ്റെ കയ്യിൽ ഈ ബോംബെയിലുള്ള ചർച്ചിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ സാധാരണ കോട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ പിന്നീട് മനസ്സിലായി ആ ടൈപ്പ് കോട്ടല്ല കേരളത്തിലെ സ്റ്റാറ്റസ് സിമ്പൽ. അതുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. എന്തായാലും കോട്ടൊന്നും ഇടാതൊക്കെയാണ് പ്രസംഗിച്ചത്. പുതിയ കാര്യങ്ങൾ പഠിക്കുകയല്ലേ, ചിലതൊക്കെ തമാശ പോലും കൗതുകമായിട്ടൊക്കെ തോന്നിയെന്ന് മാത്രം. കേന്ദ്ര നേതൃത്വം കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ കൺവെൻഷൻ പ്രസംഗകരൊക്കെയാണെങ്കിൽ അവരുടെ വാഹനങ്ങൾക്കും സ്റ്റാറ്റസ് കുറയാൻ പാടില്ല. ഇതൊക്കെയാണ് കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ആ വീഡിയോ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൺവെൻഷൻ പ്രീച്ചേഴ്സ് KSRTCയുടെ ബസ്സിൽ പോകുമോ എന്ന ചോദ്യം കേട്ടതുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോ പറഞ്ഞ് അല്പം കഴിഞ്ഞപ്പോഴാണ് സാങ്കുട്ടി ചാക്കോയുടെ വീഡിയോ ഞാൻ കണ്ടത്. ഹല്ലേലൂയ ന്യൂസിലെ പ്രധാനദാസൻ തോമസ് മാമനുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഞാൻ കണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ആ ഇൻ്റർവ്യൂവിൻ്റെ ആ തമ്പനയിലിൽ എഴുതിയിരിക്കുന്നത് 87-ാം വയസ്സിലും ബസ്സിൽ യാത്ര ചെയ്യുന്ന കൺവെൻഷൻ പ്രസംഗകൻ. അപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഞാൻ അല്പസമയങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വീഡിയോയിലെ അതേ സബ്ജക്റ്റ് തന്നെ ഇതാ ഹല്ലേലൂയ ന്യൂസിൻ്റെ ഒരു തമ്പനയിലായിട്ട് വന്നിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് ആ വീഡിയോയുടെ കുറേ ഭാഗങ്ങൾ കേട്ടു, എന്താ സംഭവം. അപ്പോൾ എനിക്ക് മനസ്സിലായി, തോമസ് മാമൻ വളരെ അനുഗ്രഹീതനാകുന്ന ദേവദാസനാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്ത് 87-ാമത്തെ വയസ്സിലും ദീർഘദൂരം സഞ്ചരിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ പ്രിയ പാസ്റ്ററിനെ കർത്താവ് സഹായിക്കുന്നുവല്ലോ. പാസ്റ്റർ തോമസ് മാമൻ ദീർഘദൂരം യാത്ര ചെയ്ത് കൺവെൻഷനുകൾക്ക് പോകുമ്പോൾ KSRTCയുടെ ബസ്സിനെയാണ് താൻ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും അങ്ങനെ സഞ്ചരിച്ചു.
എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ ഒരു വാക്കൊന്ന് തിരുത്തി പറയണമെന്ന് തോന്നി. അതായത് കൺവെൻഷന് പ്രസംഗിക്കാൻ പോകുന്നവരൊക്കെ മുന്തിയ വാഹനങ്ങൾ, സ്റ്റാറ്റസ് അനുസരിച്ചുള്ള വാഹനങ്ങളെ ഉപയോഗിക്കത്തുള്ളൂ എന്ന എൻ്റെ ഒരു അറിവ് തെറ്റാണെന്ന് ഈ ഹല്ലേലൂയയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെയല്ല. 150 കിലോമീറ്റർ ദൂരമൊക്കെ KSRTയിൽ സഞ്ചരിച്ചു പോകുന്ന 87 വയസ്സുള്ള തോമസ് മാമനെ പോലെയുള്ള കൺവെൻഷൻ പ്രസംഗകർ കേരളത്തിലുണ്ട് എന്ന് ആ വീഡിയോ എനിക്ക് ബോധ്യമാക്കി തന്നു. എനിക്ക് അത്ഭുതം തോന്നിയത് ഈ 2 വീഡിയോയും ഒരേ ആശയം എങ്ങനെയാണ് സംസാരിച്ചത്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ചിന്ത, ഇനി സാങ്കുട്ടി മാമനെങ്ങാണം ഹല്ലേലൂയ ന്യൂസെങ്ങാണം എൻ്റെ വീഡിയോ കണ്ടു കാണുമോ? ഒരു സാധ്യതയുമില്ല. കാരണം ഞാൻ ആ വീഡിയോ പബ്ലിഷ് ചെയ്ത സമയം നോക്കി. എൻ്റെ വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഉച്ചകഴിഞ്ഞ് ഏകദേശം 4 മണിക്കാണെങ്കിൽ സാങ്കുട്ടി ചാക്കോ നിലമ്പൂരിൻ്റെ ഹല്ലേലൂയ ന്യൂസിലുള്ള വീഡിയോ, ആ വീഡിയോയും 6 മണിക്കൂർ മുമ്പ് പബ്ലിഷ് ചെയ്തു എന്നാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ കൃത്യമായി ഞങ്ങളുടെ 2 പേരുടെ വീഡിയോ എയറിലെത്തിയത് ഒരേ സമയത്താണ്. ഞാൻ സാങ്കുട്ടി ചാക്കോയുടെ വീഡിയോ കണ്ട്, അല്ലെങ്കിൽ സാങ്കുട്ടി ചാക്കോ എൻ്റെ വീഡിയോ കണ്ട് ഉണ്ടാക്കിയ ഒരു വീഡിയോയല്ല. പിന്നെ എങ്ങനെ 2 ചാനലുകളിൽ ഒരേ ആശയം, ഒരേ ഫോക്കസോടുള്ള വീഡിയോകൾ വരുന്നു? അപ്പോൾ എനിക്ക് തോന്നുന്നു 2 പേരുടെ വാക്കിനാൽ ഏത് കാര്യവും ഉറപ്പാക്കാം, 2 പേരുടെ സാക്ഷി ഏത് കാര്യത്തെ ഉറപ്പാക്കാൻ പറ്റുന്നതാണെന്നുള്ള വേദപുസ്തക ആ ഒരു നിയമം അതിവിടെയും ശരിയാവുകയാണ്. കേരളത്തിലെ വിശ്വാസ സമൂഹത്തിലെ നേതൃത്വത്തിലെ ആളുകൾ കീപ്പ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ചില സ്റ്റാറ്റസ് സിംബൽസ് അത് സത്യമാണെന്നുള്ള ഒരു ഉറപ്പാക്കലാണ് ഈ 2 വീഡിയോയും ഒരേ ആശയത്തോട് പുറത്തു വന്നപ്പോൾ അത് തെളിവ് നൽകുന്നത്. സാങ്കുട്ടി ചാക്കോ നിലമ്പൂരിൻ്റെ വീഡിയോയിൽ കർത്താരദാസൻ തോമസ് മാമനുമായിട്ടുള്ള ആ സംഭാഷണത്തിൻ്റെ 1-2 വാചകം ഒന്ന് കേട്ട് നോക്കിക്കേ. എനിക്ക് സ്വന്തമായ വാഹനവും ഡ്രൈവറും ഉണ്ട് എങ്കിലും എനിക്ക് ആരോഗ്യമുണ്ടെന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്താനും ഞാനൊരു ശുശ്രൂഷകൻ എന്നുള്ള രീതിയിൽ പൊതുജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടാതിരിക്കാനും ദീർഘമായ സ്ഥലങ്ങളിലേക്കെല്ലാം ഞാൻ ബസ്സിലേ യാത്ര ചെയ്യത്തുള്ളൂ. ഇന്നലെ ഞാൻ കഴിഞ്ഞ 2 ദിവസത്തെ തൃശ്ശൂർ മാരായിക്കൽ സെക്ഷൻ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ട് രാത്രിയിൽ വന്നതും ബസ്സിൽ തന്നെ. അത് പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്യുന്നതാണ്. അതെ, പർപ്പസ്ഫുള്ളി. 2 കാരണം. ഒന്ന്, എനിക്ക് ആരോഗ്യമുണ്ടെന്ന് എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്തുക. 2, ജനങ്ങളിൽ നിന്ന് ഒരു ഒറ്റപ്പെട്ട ഐസൊലേഷൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരോട് ചേർന്ന് മാക്സിമം ഇടപഴകണം. അതുകൊണ്ട് മാത്രമാണ്. ഒറ്റ മോനേ ഉള്ളൂ? ഒരു മോനേ ഉള്ളൂ. ഈ മോൻ വഴക്ക് പറയത്തില്ലേ ഈ കാര്യത്തിൽ? മോൻ പറയും, പപ്പ ഇങ്ങനെ യാത്ര ചെയ്തെന്ന് വിളിച്ചു പറയും. അത് പറയും. പക്ഷെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യും. മോൻ തന്നെയല്ല, ഭാര്യയും മക്കളും മരുമക്കളും എല്ലാവരും പറയും ഇങ്ങനെ യാത്ര ചെയ്യരുത്, ബസ്സിൽ പോകരുത്. അല്ലെങ്കിൽ ഇളയ മോള് ബിബി, അവള് പറയും ആരെങ്കിലും കൂടെ കൊണ്ടുപോകാൻ പറയും. ഞാൻ പറയും കർത്താവ് കൂടെ ഉണ്ട്, എനിക്ക് കൊണ്ടൊരു കുഴപ്പമില്ലെന്ന് പറയും. ഓക്കെ, എനിക്ക് തന്നെ അത് കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു. ഓക്കെ, 87-ാമത്തെ വയസ്സിൽ ബസ്സിൽ കയറി ദീർഘദൂരം യാത്ര ചെയ്ത് പ്രസംഗിക്കുന്നു. അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്, കൃപയാ. കഴിഞ്ഞ ആഴ്ച ഞാൻ പാറശാലയിലെ AG ചർച്ചിലേക്ക് അതും ബസ്സിലാണ് പോയത്. ഇവിടുന്ന് ബസ്സിൽ പോയി തിരിച്ചു ബസ്സിൽ വന്നു. ഇവിടെ KSRTCയിൽ കയറി. അതൊരു ദൈവകൃപയാണ്. ഓക്കെ, അത് പോട്ടെ. ഈ വീഡിയോയിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നു. കർത്താരദാസൻ തോമസ് മാമൻ പറയുകയാണ് 2 കാര്യങ്ങൾ. ഒന്ന്, താൻ പ്രായമായില്ല എന്ന് തന്നെ ബോധ്യപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ തനിക്ക് ഇപ്പോഴും ആരോഗ്യമുണ്ടെന്ന് തന്നെ ബോധ്യപ്പെടുത്തുവാനാണ് താൻ ബസ്സിൽ സഞ്ചരിക്കുന്നത്. 2ാമത്, താൻ പബ്ലിക്കിൽ നിന്ന് ഐസോലേറ്റ് ചെയ്യപ്പെടുവാൻ, ഒറ്റപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ആ യാത്ര തന്നെ ഒത്തിരി കാഴ്ചകൾ കാണുകയാണ്, ഒത്തിരി മുഖങ്ങൾ കാണുകയാണ്, ഒത്തിരി സ്വഭാവമുള്ളവരെ കാണുകയാണ്. പൊതുജനവുമായിട്ട് ഇടപെട്ട് നിൽക്കുന്ന ഒരു നല്ല ഒരു അവസരമാണ് ആ ബസ്സിലെ യാത്ര. അതുകൊണ്ട് താൻ ജനത്തിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കർത്താരദാസൻ തോമസ് മാമൻ ആ പാസ്റ്ററങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സത്യമാണത്. നമ്മുടെ കാറയിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ അതിലൊത്തിരി കംഫർട്ടുണ്ട്. എന്നാൽ ബസ്സിലൊക്കെ പോകുമ്പോൾ എത്ര കാഴ്ചകൾ, എത്ര പുതിയ മുഖങ്ങൾ വേണമെങ്കിൽ അടുത്തിരിക്കുന്ന ആളിനെ ഒന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യുവാൻ കഴിയുമല്ലോ. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമെന്ന് പറഞ്ഞാൽ.
ഇവിടെ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ സമർത്ഥിക്കുവാൻ ആഗ്രഹിച്ചത് ദൈവദാസന്മാർ കാറിൽ സഞ്ചരിക്കരുതെന്നോ മുന്തിയിനം കാർ ഉപയോഗിക്കരുതെന്നോ ഒന്നുമല്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷയുടെ വ്യാപ്തി വർദ്ധിക്കുമ്പോൾ ഒരുപക്ഷെ ട്രെയിനിൽ സഞ്ചരിക്കുവാൻ കഴിയില്ല, ഫ്ലൈറ്റിലൊക്കെ സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അതാവശ്യമാണ്, ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാരണം സമയം ഏറ്റവും മൂല്യമുള്ളതാണ്, വാല്യുബിളാണ്. അതുകൊണ്ട് ട്രെയിനിൽ 2 ദിവസം ഇരുന്ന് ബോംബെയിൽ എത്തുന്നതിലും നല്ലത് 7-8 മണിക്കൂർ. ഞാൻ ഈ ഫ്ലൈറ്റിൻ്റെ 2 മണിക്കൂർ യാത്ര മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, എയർപോർട്ട് വരെ എത്താനും വീട്ടിൽ വരെ എത്താനും ഒക്കെയുള്ള സമയങ്ങളെല്ലാം കണക്കൂട്ടിയാൽ 7-8 മണിക്കൂർ നമ്മൾ ഉപയോഗിച്ച ഫ്ലൈറ്റിൽ പെട്ടെന്ന് വീട്ടിലെത്തുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് സമയം ലാഭിക്കാം എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. മാറുന്ന ലോകത്തിൽ പ്രൊഡക്ടിവിറ്റി അത് കണക്കാക്കേണ്ടതല്ലേ? അതുകൊണ്ട് അങ്ങനെ ദൈവദാസന്മാർ സ്വന്തം വാഹനത്തിലോ ഫ്ലൈറ്റിലോ ഒന്നും സഞ്ചരിക്കുന്നത് തെറ്റല്ല. അതുകൊണ്ട് അത് കേട്ടിട്ട് ആർക്കും തെറ്റിദ്ധാരണയുണ്ടാകില്ല. ദൈവദാസന്മാർ ബസ്സിൽ തന്നെ സഞ്ചരിക്കണം എന്ന് പറയുന്ന ഒരു റാഗിങ് സിസ്റ്റം, അതായത് പണ്ട് ഈ കോളേജുകളിലൊക്കെ റാഗിങ് ഇല്ലേ, അതുപോലെ ആത്മീയ കോളത്തിലൊരു റാഗിങ് സിസ്റ്റം ഒന്നും ഇംപ്ലിമെൻ്റ് ചെയ്യാനല്ല ഞാൻ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കാലത്ത്, അപ്പച്ചന്മാരുടെ കാലത്ത് അവരൊക്കെ ബസ്സിലാണ് സഞ്ചരിച്ചത്. ഇന്നത്തെ ഉപദേശിമാർ കാറിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും ബസ്സിൽ സഞ്ചരിക്കണമെന്ന് പറഞ്ഞ് അവരെ റാഗ് ചെയ്യാൻ, പുതിയ തലമുറയിലെ ദേവിദാസന്മാരെ റാഗ് ചെയ്യാനൊന്നുമല്ല നമ്മൾ ആ ഒരു ആശയം, ഞാൻ ആ ആശയം പറഞ്ഞത്. ഞാൻ ആ ആശയം പറയുമ്പോൾ ആഗ്രഹിച്ചത്, ഹൃദയത്തിൽ കണ്ടത്, ഒരു ശുശ്രൂഷയിൽ വളർച്ച പ്രാപിച്ചാൽ പിന്നെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടി പിന്നെ ബസ്സിലൊന്നും പോകല്, പിന്നെ ട്രെയിനിലൊന്നും പോകല്, മുന്തിയ വാഹനത്തിലോ അല്ല എങ്കിൽ ഫ്ലൈറ്റിലോ ഒക്കെ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്ന ഒരു തെറ്റായ ചിന്താഗതിയാണ് ഞാൻ എതിർത്തത്. എൻ്റെ പിതാവ് ചെറിയ പ്രായം മുതൽ എന്നെ പഠിപ്പിച്ച ചില പാഠങ്ങളിൽ ഒന്നായിരുന്നു ഈ മാർഗം, ക്രിസ്തീയ ശുശ്രൂഷയുടെ മാർഗം കുതിരയുള്ളപ്പോൾ കഴുതപ്പുറത്ത് കയറി സഞ്ചരിച്ചവൻ്റെ മാർഗമാണ്. എൻ്റെ അപ്പയുടെ സെൻറ്റൻസാണ് കേട്ടോ. എടാ, ഇത് കുതിരയുള്ളപ്പോൾ കഴുതപ്പുറത്ത് കയറി സഞ്ചരിച്ചവൻ്റെ മാർഗമാണ്. എന്തിനാ അപ്പം എന്നെ ഉപദേശിക്കുന്നത്? ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്തൊക്കെ ഒരുപക്ഷെ നമുക്ക് സമയത്തിന് ബസ് കിട്ടിയില്ല എങ്കിൽ നമ്മളൊരു ഓട്ടോറിക്ഷയൊക്കെ പിടിച്ചു പോകുമ്പോൾ പപ്പ എന്നോട് പറയും, ക്രിസ്തീയ ശുശ്രൂഷകന്മാർ അങ്ങനൊന്നും ആകരുത്, ഇത് കുതിരയുള്ളപ്പോൾ കഴുതപ്പുറത്ത് എറിയവൻ്റെ മാർഗമാണ്. അപ്പോൾ കഴിവതും സിംപ്ലിസിറ്റിയോടുകൂടെ ജീവിക്കണം, അനാപത്ത് ചെലവുകൾ ഉണ്ടാക്കരുത്. ഇതൊക്കെയാണ് എൻ്റെ പിതാവ് അന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പഠിച്ചു വെച്ച ഒരു ആശയമാണത് കേട്ടോ. സിംപ്ലിസിറ്റിയോടുകൂടെ നാം ജീവിക്കണം. നമ്മുടെ സ്റ്റാറ്റസ് കാണിക്കുവാൻ വേണ്ടി ഇല്ലാത്ത പണമുണ്ടാക്കി ഒന്നും നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല. സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി നമ്മൾ, പൊണ്ണക്കാര്യം കാണിക്കാൻ വേണ്ടി നമ്മൾ ഇല്ലാത്തതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ വീഡിയോ ഒക്കെ പബ്ലിഷ് ചെയ്ത ശേഷം എൻ്റെ വളരെ അടുത്ത സ്നേഹിതൻ, ആസാദിയുടെ അഭ്യുദയകാംക്ഷി, അദ്ദേഹം എനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ടു. ആ വോയിസ് മെസ്സേജിൽ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർക്ക് ട്രെയിനിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പാസ്റ്റർ 2 ദിവസം ട്രെയിനിലിരിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന സമയം, ആ സമയം എത്ര വാല്യുബിളാണ്. പാസ്റ്റർ ഫ്ലൈറ്റിൽ വേഗത്തിൽ വന്നു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടും. അതും പറഞ്ഞത് ശരിയാണ്. ഞാൻ ഫ്ലൈറ്റിൽ പോകണമെന്ന് ആഗ്രഹിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് ചെക്ക് ചെയ്തതാണ്. ഇനി ഞാൻ വിശദമായിട്ട് പറയാം. ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റിന് ഭയങ്കര ഹെവി ആയിട്ടുള്ള ചാർജ്, 10,000-10,000 രൂപയാണ് ഒരു സൈഡിൽ ടിക്കറ്റ് പറയുന്നത്, 10,000-ത്തിലധികം. ഞാനും എൻ്റെ കൂടെ ഞങ്ങളുടെ ചർച്ചിലെ പ്രതീഷ് ബ്രദറുമുണ്ട്. ഇപ്പോൾ 2 പേർക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ 20,000 രൂപ ആകും. 20,000 രൂപ മുടക്കി ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ട്രെയിനിൽ പോയാൽ അതിൻ്റെ 4/1 പോലും മുടക്കേണ്ട ആവശ്യം വരുന്നില്ല. അതായത് ഒരു 3rd AC നമ്മൾ ബുക്ക് ചെയ്ത് പോയാൽ അതിൻ്റെ ഒരു 4/1 പോലും നമുക്ക് മുടക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനിയും ഈ പറഞ്ഞതുപോലെ 5,000 രൂപ എന്ന് കൂട്ടിക്കോ, മുടക്കി ട്രെയിനിൽ പോകാതെ ഫ്ലൈറ്റിൽ പോകാൻ 15,000 രൂപ എക്സ്ട്രാ ഞാൻ കൊടുക്കുന്നെന്ന് ചിന്തിക്കുക. അങ്ങനെ 15,000 രൂപ കൊടുത്താൽ എനിക്ക് കിട്ടുന്നത് അടുത്ത ഒരു ദിവസം എന്ന വാല്യുബിളായിട്ടുള്ള ടൈമാണ്. പക്ഷേ ഞാൻ ചിന്തിച്ചു, ഈ 15,000 രൂപ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിക്കത്തക്കവണ്ണം വിലയുള്ളതാണോ എൻ്റെ ഒരു ദിവസം?
ആ ഒരു ദിവസം കൊണ്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? അത്ര അധികം തിരക്കുള്ള ഒരു ശുശ്രൂഷകനാണോ ഞാൻ? അതായത് 15,000 രൂപ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിക്കത്തക്കവണ്ണം ആ ഒരു ദിവസത്തെ റെഡീം ചെയ്യത്തക്കവണ്ണം ഞാൻ തിരക്കുള്ള ശുശ്രൂഷകനാണോ? അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ട്, കാരണം എനിക്ക് ബോംബെയിൽ എത്തിയിട്ട് ഒരു ദിവസം കൊണ്ട് വലിയ കാര്യങ്ങൾ ഒത്തിരി ചെയ്യാനുണ്ട്, അതെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ 15,000 രൂപ എക്സ്ട്രാ കൊടുത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ ചിന്തിച്ചപ്പോൾ അങ്ങനെ വലിയ ആവശ്യങ്ങളൊന്നും ഓടിയെത്തിയിട്ടില്ല. കാരണം ഞായറാഴ്ച സഭായോഗം കഴിഞ്ഞു, ഞങ്ങളുടെ ചർച്ചിലെ സഭായോഗം. ഇനി അടുത്തത് തിങ്കളാഴ്ചയാണ്, അത് ജനുവരി 26, ഒരു അവധി ദിവസം. അതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾക്ക് ആശ്വാസമുള്ള, വിശ്രമമുള്ള ദിവസം. മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കുന്ന ഒരു നിയമമുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ റെസ്റ്റ് എടുക്കും. എല്ലാവരും റെസ്റ്റ് എടുക്കുന്നത് വീക്കെൻഡിലാണെങ്കിൽ, നിങ്ങൾക്കറിയാമല്ലോ, ദേവദാസന്മാർ വീക്കെൻഡിൽ ഒത്തിരി തിരക്കുള്ളവരായിരിക്കും. ശനി ഞായറും, വെള്ളി ശനി ഞായറാണ് ഏറ്റവും കൂടുതൽ ദേവദാസന്മാർ തിരക്കുള്ളവരായിരിക്കുന്നത്. അപ്പോൾ ആ ദിവസങ്ങൾ നമുക്ക് വിശ്രമിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് ഞാൻ പാലിക്കുന്ന ഒരു ചിട്ടയാണ് തിങ്കളാഴ്ച ഞാൻ റെസ്റ്റ് എടുക്കുന്ന ദിവസമാണ്. അതായത് മറ്റ് കാര്യങ്ങൾ ഒക്കെ ഒഴിവാക്കിയിട്ട് കൂടുതൽ കുടുംബവുമായിട്ട് ഒന്നിച്ച് ചിലവഴിക്കുവാനും റെസ്റ്റ് എടുക്കുവാനും ഒക്കെയുള്ള ദിവസം. എന്തെങ്കിലും അത്യാവശ്യം മീറ്റിംഗ് വന്നാൽ ഞാൻ പോകും, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. തിങ്കളാഴ്ച ഒഴിവുള്ള ദിവസമാക്കി ഞാൻ മാറ്റിവെക്കുന്നു. കാരണം നമ്മുടെ ശരീരത്തിന് വിശ്രമം ആവശ്യമാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമുക്ക് വിശ്രമം ആവശ്യമാണ്. മെൻ്റലി നമുക്ക് വിശ്രമം ആവശ്യമാണ്. ഈ ദേവദാസന്മാർ ചിലർ ചോദിക്കും, അവർ കൂന്താലിപ്പണി വല്ലതും ചെയ്യുന്നുണ്ട്, ഇത്ര വിശ്രമത്തിൻ്റെ ആവശ്യം എന്താ? നിങ്ങൾക്കറിയാമോ, അതിലും വലിയ ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത്. അവരുടെ ബ്രെയിൻ ഉപയോഗിക്കുക. അതായത് ഒരു ശുശ്രൂഷകൻ, അവൻ കൊണ്ടു പോകുന്ന മാനസിക സ്ട്രെസ് ഉണ്ട്. ഒരു സൺഡേ ആരാധനയൊക്കെ കഴിയുമ്പോൾ എൻ്റെയൊക്കെ അവസ്ഥയാണ്, പൂർണ്ണമായിട്ടും എക്സോസ്റ്റായ ഒരവസ്ഥയിലായിരിക്കാം വീട്ടിലേക്ക് ആരാധന കഴിഞ്ഞ് വരുന്നത്. കാരണം ഒരു ചർച്ചിൻ്റെ അകത്തെ ഒത്തിരി കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ, അതിനുവേണ്ടി ഇടിവിൽ നിൽക്കുക, അവർക്കുള്ള മെസ്സേജ് തയ്യാറാക്കുക. ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, മണിക്കൂറുകൾ പഠിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ലോസ് ഉണ്ട്. ബ്രെയിൻ ഉപയോഗിക്കുന്നത് തന്നെ ഒരു വലിയ എനർജി കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ മനസ്സിനും റെസ്റ്റ് ആവശ്യമാണ്, ശരീരത്തിനും റെസ്റ്റ് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ദീർഘവർഷങ്ങളായിട്ട് തിങ്കളാഴ്ച റെസ്റ്റ് എടുക്കുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ ഓടിപ്പിടിച്ച് ബോംബെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, റെസ്റ്റ് എടുക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ട്രെയിനിൽ AC കമ്പാർട്ട്മെൻറ്റിൽ റെസ്റ്റൊക്കെ എടുത്ത് വരാം. 15,000 രൂപ എക്സ്ട്രാ കൊടുത്ത് റെഡീം ചെയ്യേണ്ട സമയനഷ്ടമൊന്നും, അത്ര മൂല്യമുള്ള സമയമൊന്നുമല്ല എൻ്റേത് എന്നൊരു തോന്നൽ. പിന്നെ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമില്ലേ? ഒത്തിരി മുഖങ്ങൾ കാണുന്നു, അവരെ പരിചയപ്പെടുന്നു. 2 ദിവസം ഒന്നിച്ച് ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പോൾ അവരുടെ കഥകൾ കേൾക്കുന്നു, അവരോട് സംസാരിക്കുന്നു. ഇതൊക്കെ പണ്ട് മുതലേ നമുക്കൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പിന്നെ ട്രെയിനിൽ നമ്മൾ പൊതിയൊക്കെ ഉണ്ടാക്കി ആ പൊതിയൊക്കെ തുറന്ന് കഴിക്കുന്ന ഒരനുഭവം, ഇതൊക്കെ ഒരു തരം നോസ്റ്റാൾജിയ ഉളവാക്കുന്ന ഓർമ്മകളാണ്. അതുകൊണ്ട് ഞാനും പ്രതീക്ഷ ബ്രദറും പറഞ്ഞു, ഈ പ്രാവശ്യം നമുക്ക് ട്രെയിന് തന്നെ യാത്ര ചെയ്യാം. കാരണം എന്താ, ആ ട്രെയിനിൻ്റെ അകത്തെ ഫുഡൊക്കെ കഴിച്ച് ട്രെയിനിൻ്റെ അകത്തൊക്കെ ഉറങ്ങി സഞ്ചരിക്കുന്ന ആ ഒരു പഴയ അനുഭവത്തിൻ്റെ ഒരു പുതുക്കൽ, നോസ്റ്റാൾജിക്കായിട്ടുള്ള ഒരു അനുഭവത്തിൻ്റെ പുതുക്കൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, തിരക്കുള്ള ദൈവദാസന്മാർ അങ്ങനെ വിമാനത്തിലൊന്നും പോകല്ലേ എന്നൊന്നും ഞാൻ പറയില്ല, സ്വന്തമായിട്ട് വാഹനം ഉണ്ടാകരുതേ എന്നും ഞാൻ പറയില്ല. പക്ഷെ തെറ്റ് സംഭവിക്കുന്നത് അത് സ്റ്റാറ്റസ് സിമ്പലാക്കി മാറ്റുമ്പോഴാണ്. ഞാൻ വലിയ പാസ്റ്ററാണ് കേട്ടോ, ഞാൻ ട്രെയിനിൽ നിന്ന് വരത്തില്ല, ഞാൻ ഫ്ലൈറ്റിലേ വരത്തുള്ളൂ. എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നാൽ ഞാൻ മീറ്റിങ്ങിന് വരാം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എന്നെ നാട്ടിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു ശുശ്രൂഷിക്കുവാൻ വേണ്ടി, ഞാൻ അവരോട് പറയുകയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നാലേ ഞാൻ വരത്തുള്ളൂ. അങ്ങനെ അനുഭവം ഉണ്ട് കേട്ടോ. ഏപ്രിൽ മാസത്തിൽ ഒരു കൺവെൻഷന് വേണ്ടി ഒരു ദേവദാസൻ എന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഈ അടുത്ത ഏപ്രിൽ മാസത്തിൽ അദ്ദേഹം ഒരു സാമാന്യ മര്യാദ വെച്ചുകൊണ്ട് എന്നോട് പറയുകയാണ്, പാസ്റ്റർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് തരാം. എന്താ അതിൻ്റെ അർത്ഥം? അങ്ങനെയാണ് ഇപ്പോൾ സ്റ്റാറ്റസ് സിമ്പൽ. പാസ്റ്റർ ട്രെയിനിൽ വരാൻ എനിക്ക് പറയാൻ പറ്റുമോ എന്നായിരിക്കാം അദ്ദേഹത്തിൻ്റെ മനസ്സ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന് മറുപടി ഇട്ടു, നിങ്ങൾ ആ കാര്യത്തിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ ട്രെയിനിലും വരുന്ന ഒരു ദേവദാസനാണ്
ഞാൻ. അതുകൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നാലേ ഞാൻ മീറ്റിങ്ങിന് വരത്തുള്ളൂ എന്നൊന്നും ശഠിക്കുന്ന ഒരാളല്ല. പിന്നെ എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ അത്യാവശ്യമായിട്ട് എനിക്ക് ബോംബെക്ക് തിരിച്ചു വരണം, സമയം വളരെ കുറവാണെങ്കിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് വരും. ആവശ്യമല്ലേ, ആ ആവശ്യം അത്ര പ്രാധാന്യമുള്ളതാണെങ്കിൽ, സമയം നമ്മുടെ കയ്യിലില്ല എങ്കിൽ, ഉദാഹരണത്തിന് ഞാനൊരു മീറ്റിങ്ങിന് വന്നു, അടുത്ത ദിവസം വൈകിട്ട് എൻ്റെ ചർച്ചിലെ ഒരു കുട്ടിയുടെ വിവാഹമാണ്, എനിക്ക് ഓടിയെത്തണ്ടേ? അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കിയാൽ വെറും സ്റ്റാറ്റസിന് വേണ്ടി മാത്രം ഇങ്ങനെയുള്ള സിംബൽസ്, സ്റ്റാറ്റസ് സിംബൽസ് ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്നൊരു പാഠമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആ പാഠഭേദത്തിലൂടെ, ട്രെയിനിലിരുന്നു കൊണ്ട് ചെയ്ത പാഠഭേദത്തിലൂടെ ചെയ്യാൻ ശ്രമിച്ചത്. എന്നാൽ ആ പാഠഭേദത്തിൻ്റെ താഴെയും ചിലർ വന്ന് കമൻറ്റ് പറഞ്ഞു, സ്വയം സിമ്പിളായിട്ട് ജീവിക്കുന്ന ആളാണെന്ന് ഇങ്ങനെ പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന അർത്ഥം വരുന്ന കമൻറ്റ്. അങ്ങനെ പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിച്ചത് കൊണ്ട് ഒന്നുമല്ല. എപ്പോഴും നമ്മൾ പാഠഭേദത്തിലൂടെ ഒരു പാഠം പറഞ്ഞു കൊടുക്കുന്നത് ചിലർക്കൊക്കെ എങ്കിലും അല്പം കൂടെ ഈ വിഷയത്തിൽ ഒന്ന് ഒതുങ്ങി, ഒന്ന് ജഡത്തെ മരിപ്പിച്ച്, ഈ പറഞ്ഞതുപോലെ ആളുകളുടെ മുമ്പിൽ പൊണ്ണക്കാരിയൊന്നും കാണിക്കാതെ സിമ്പിളായ ഒരു ശുശ്രൂഷകനായി ജീവിക്കാനുള്ള പ്രേരണ കിട്ടുമെങ്കിൽ അങ്ങനെ കിട്ടിക്കോട്ടെ എന്ന് ഓർത്ത് പറഞ്ഞതാണ്. പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞിട്ടില്ലേ, ആജ്ഞയുടെ ഉദ്ദേശമോ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു വചനമുണ്ട്. നമ്മളിവിടെ ആജ്ഞാപിക്കുകയല്ല, നമ്മൾ പഠിപ്പിക്കുന്ന പാഠത്തിൻ്റെ ഉദ്ദേശമോ ആരെങ്കിലും കേട്ട് ഒന്ന് ഓർത്താൽ നല്ലത്, ഇത് കുതിരയുള്ളപ്പോൾ കഴുതപ്പുറത്ത് എറിയവൻ്റെ മാർഗമാണ്. നന്ദി പറയുന്നു ഹല്ലേലൂയ ന്യൂസിനോടും. കാരണം അവരും അതേ ടൈറ്റിൽ കൊടുത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരിയായ കാര്യമാണെന്ന് എനിക്ക് ബോധ്യമായി, ഉറപ്പായി. എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ ഓർത്തു കേരളത്തിലെ എല്ലാവരും ഇപ്പോൾ ഇങ്ങനെയാണെന്ന്. അങ്ങനെയല്ല എന്നൊരു തിരിച്ചറിവ് എനിക്ക് നൽകിയതിന് നന്ദി. തോമസ് മാമൻ പാസ്റ്ററിനെ പോലെ 87-ാം വയസ്സിലും ബസ്സിൽ കയറി കൺവെൻഷൻ സ്റ്റേജുകളിൽ പോകുന്ന ദേവദാസന്മാരുള്ള ഒരു നാട് തന്നെയാണ് നമ്മുടെ നാട് എന്നുള്ള ഒരു സന്തോഷം, ഒരു തിരിച്ചറിവ്, അതൊക്കെ ഹൃദയത്തിന് ഒരു തണുപ്പ് തരുന്നു. അതുകൊണ്ടാണ് ഒരു 2ാം ഭാഗം ഈ പാഠഭേദം ചെയ്തത്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ തിരിച്ച് ബോംബെക്ക് യാത്ര പുറപ്പെടുമ്പോൾ തന്നെ ആളുകൾ ചോദിച്ചു, പാസ്റ്റർ ട്രെയിനിലാണ് പോകുന്നത്, ഫ്ലൈറ്റിലല്ലേ പോകേണ്ടത്? അതാണിപ്പോൾ ഒരു സ്റ്റാറ്റസ്. പാസ്റ്റർമാരൊക്കെ ഫ്ലൈറ്റിൽ പോകത്തക്കവണ്ണം ദൈവം അനുഗ്രഹിച്ച കാര്യം നല്ല കാലമാണ്, നല്ല കാര്യമാണ്. ഞാനും ഫ്ലൈറ്റിലൊക്കെ സഞ്ചരിക്കും, അതിനൊന്നും എതിരല്ല. പക്ഷെ പലപ്പോഴും ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ഭയങ്കര ഹെവി ആകുമ്പോൾ നമുക്കിതാണ് ഒരു സുഖം. എന്താണെങ്കിലും കൊട്ടാരക്കരയുള്ള കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഞാൻ എറണാകുളം വരെ വന്നാണ് ട്രെയിൻ പിടിച്ചത്. അപ്പോൾ ബസ്സിനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോഴും ആരോ ചോദിച്ചു, പാസ്റ്റർ ബസ്സിനാണോ പോകുന്നത്? അത് പറ്റിയില്ല കേട്ടോ. പാസ്റ്റർമാരങ്ങനെ പ്രത്യേകിച്ചും കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരു സ്റ്റാറ്റസൊക്കെ ഇല്ലേ, ബസ്സിന് പോകാൻ പാടുണ്ടോ? കൺവെൻഷന് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ യാത്ര പുറപ്പെടുമ്പോൾ തന്നെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ആരോ എന്നോട് പറഞ്ഞു, അങ്ങനെ കൺവെൻഷന് പ്രസംഗിക്കാൻ പോകുമ്പോൾ ബസ്സിനൊന്നും പോകരുത്, കുറഞ്ഞതൊരു ടാക്സിയിൽ പിടിച്ചു പോകണം. അതുകൊണ്ട് തന്നെ ടാക്സി പിടിച്ചാണ് ഈ പറഞ്ഞ പല കൺവെൻഷനും ഞാൻ പോയി ഇറങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബസ്സിന് പോയിട്ട് പ്രസംഗിക്കാൻ വന്ന ആളുടെ സ്റ്റാറ്റസ് കുറഞ്ഞു പോയല്ലോ. പഠിച്ച പാഠങ്ങളാകട്ടോ, കേരളത്തിൽ വന്ന് പഠിച്ച പാഠങ്ങളാണ്. നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയൊന്നുമല്ല. ബസ്സിനും ട്രെയിനും ലോക്കൽ ട്രെയിനും ഒക്കെ കയറി നടക്കുന്ന ദേവദാസന്മാർ, അതാണ് പരിചയം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അടൂരിൽ നിന്ന് എറണാകുളം വരെ ബസ്സിലുള്ള ഒരു 5 മണിക്കൂറത്തെ യാത്ര, അതിൽ പുതുമയൊന്നും എനിക്ക് തോന്നിയില്ല. കൺവെൻഷന് പ്രസംഗിച്ചത് കൊണ്ട് നമുക്ക് മാറാൻ പറ്റുകയില്ലല്ലോ. ബസ്സിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ഒരു സുഖം. എൻ്റെ കൂടെ പ്രതീഷ് ബ്രദറും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ചേട്ടാ ഞാൻ ബസ്സിൽ കയറിയിട്ട് നാളുകളായി. അതുകൊണ്ട് ബസ്സിലെ അനുഭവം, കേരളത്തിലെ ബസ്സിലെ അനുഭവം, അതും അദ്ദേഹം എൻജോയ് ചെയ്യുകയായിരുന്നു.
എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെയൊക്കെ സ്റ്റാറ്റസ്, പാസ്റ്റർമാരുടെ സ്റ്റാറ്റസ് വളരെ ഉയർന്ന സ്കെയിലിൽ നിൽക്കുന്ന ഒരു സമയത്ത്, പ്രത്യേകിച്ചും അല്പം വേദികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് ജീവിക്കേണ്ട, അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ചുള്ള വാഹനങ്ങൾ ഉണ്ടാകേണ്ട, അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് നമ്മുടെ സർക്കാരിൻ്റെ ട്രെയിൻ നമ്മുടെ ഏറ്റവും നല്ല സ്റ്റാറ്റസ് സിമ്പലാണ്. അത്രയും പറഞ്ഞ് യാത്രയെക്കുറിച്ചുള്ള, യാത്രയിൽ കണ്ട അനുഭവിച്ച ചില അനുഭവങ്ങൾ അവിടെ നിർത്തുകയാണ്.